ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിൽ പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ശ്രീകാന്ത് വർഷയുടെ കാല് തിരുമ്മി കൊടുക്കുന്നത് കണ്ടുകൊണ്ട് തീരെ ഇഷ്ടപ്പെടാതെ മാറി എന്ന് കാണുകയാണല്ലോ ചന്ദ്ര. ഈ ഒരു സമയത്താണ് വർഷ ശ്രീകാന്തിനോടായിട്ട് തൻ്റെ കാലിൽ നെയിൽ പോളിഷ് ഇട്ടുതരാനായിട്ട് ആവശ്യപ്പെടുന്നത്. ആദ്യമൊക്കെ ശ്രീകാന്ത് എതിർത്ത് സംസാരിക്കുമെങ്കിലും വർഷയുടെ വാശിക്ക് മുന്നിൽ ശ്രീകാന്ത് തോറ്റു കൊടുക്കുകയാണ് കേട്ടോ. ശ്രീകാന്ത് നെയിൽ പോളിഷ് എടുക്കാനായിട്ട് പോകുന്ന അതേ സമയം തന്നെ ചന്ദ്ര പുറത്തു നിന്ന് ഇവൻ എന്തൊരു പെൺകോതനാണ്, ഇവൻ ഭാര്യയുടെ വാക്ക് കേട്ട് എന്ത് കാര്യത്തിലാണ് ജീവിക്കുന്നത് എന്നും പറഞ്ഞൊരു ദേഷ്യത്തോട് കൂടി തന്നെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. ഈ ഒരു സമയത്ത് ശ്രീകാന്ത് ആകട്ടെ വർഷയുടെ കാലിൽ നെയിൽ പോളിഷ് ഇട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. വന്നുടനെ തന്നെ ശ്രീകാന്ത് എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ശ്രീകാന്ത് ചാടി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട്, നീ എങ്ങോട്ടേക്ക് പോകുന്നത്, കാലിൽ നെയിൽ പോളിഷ് ഇടുക, ആൻറ്റി വന്നല്ലേ ഉള്ളൂ, ഇവിടെ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ അവിടെ പിടിച്ചെടുത്തതാണ് കേട്ടോ. ശ്രീകാന്തിനെ ദേഹത്തിരിക്കുന്ന വർഷയുടെ കാലുകളെ കാണുന്ന സമയത്ത് എൻ്റെ ശ്രീകാന്ത് ഇത് എന്ന് ചോദിക്കുന്ന സമയത്ത് വർഷയ്ക്ക് ഭയങ്കര കാലുവേദന അമ്മേ, അതുകൊണ്ട് കാല് തിരുമ്മി കൊടുത്തതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ വർഷ ഇത്, ഇവരെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അതിനെന്തായാലും ശ്രീകാന്തിൻ്റെ ഹസ്ബൻഡല്ലേ, ഹസ്ബൻഡിന് വൈഫിൻ്റെ കാല് തിരുമ്മി കൊടുത്തു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതൊക്കെ ശ്രുതി വന്നു കഴിഞ്ഞിട്ട് ചെയ്തതല്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ചന്ദ്ര. വേഗം തന്നെ വർഷ പറയുന്നുണ്ട്, വേദന എനിക്ക് ഇപ്പോഴാണ്, ശ്രുതിയടുത്ത് നിലവിൽ ഇവിടെ ഇല്ല താനും, എൻ്റെ ശ്രുതിയടുത്ത് വന്നവരെ വേദന പിടിച്ചുകൊണ്ടിരിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എൻ്റെ ആൻറ്റി എന്നൊക്കെയാണ് വർഷ ഒരു സാധാ മട്ടിലെന്ന രീതിക്ക് പറയാം കേട്ടോ. അതിനുശേഷം ചന്ദ്രയുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ശ്രീകാന്തിനെ കൊണ്ട് കാലിൽ നെയിൽ പോളിഷ് ഇരിക്കുന്നത് എന്നതായിരുന്നു. ആ ഒരു സമയത്ത് വർഷ പറയുന്നുണ്ട്, അതിലിപ്പോൾ അവനെൻ്റെ ഭർത്താവല്ലേ, ഭർത്താവ് ഭാര്യയുടെ കാലിൽ നെയിൽ പോളിഷ് ഇട്ടൊന്നും യാതൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അല്ല നിനക്കെന്നെ കയ്യിലിടിക്കാൻ പാടില്ല, എന്തിനാ കാലിലൊക്കെ ഇടിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കൈ പോലെ തന്നെയല്ല എൻ്റെ കാലിലെ വിരലുകളും നഖങ്ങളുണ്ട് എന്നൊക്കെയാണ് വർഷ മറുപടി പറയാൻ കേട്ടോ. ഇതൊന്നും ശരിയല്ല വർഷ എന്നൊക്കെയാണ് ചന്ദ്ര പറയുന്ന സമയത്ത് എന്തുകൊണ്ട് ശരിയല്ല, ഭർത്താവ് ഭാര്യയുടെ കാലുകളിൽ ക്യൂടെക്സ് ഇട്ട് നിർമ്മുമ്പോൾ അതിന് പ്രത്യേക ഫീലുണ്ട്, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്ത് ശ്രീകാന്ത് എനിക്ക് ക്യൂടെക്സ് ഇട്ട് കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഉവ്വ എന്ന് ശ്രീകാന്ത് മറുപടി പറയുന്നുണ്ട്. അതിങ്ങനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു നെയിൽ പോളിഷ് കയ്യിൽ പിടിച്ചതിന് ശേഷം ഇത് അങ്കിളിൻ്റെ കയ്യിൽ കൊടുക്കുക, എന്നിട്ട് ആൻറ്റിയുടെ കാലുകൾ ഇട്ട് തരാൻ പറ, അപ്പം അതിൻ്റെ ഫീലിങ്സ് എന്ന് പറയാം കേട്ടോ. പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് ഒരു ചമ്മി തൊട്ടത്തോട് പറയുന്നുണ്ട്, പക്ഷേ വേണ്ട എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഈ ഒരു നെയിൽ പോളിഷ് ചന്ദ്രയുടെ കൈകളിലേക്കായിട്ട് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. നാണം കിട്ടുന്നതിന് ചന്ദ്ര റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് രവിയുടെ അടുത്തേക്കാണ്. അവിടെ ചെന്നതിന് ശേഷം റൂമിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നീ എന്തിനാ അങ്ങോട്ടേക്ക് ചെന്ന് കയറിയത്, അവർ ഭാര്യ ഭർത്താക്കന്മാരല്ലേ, അവരെന്താണെന്ന് വെച്ച് കാണിച്ചോട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും അതെങ്ങനെ ശരിയാവും, രവിയുടെ ഞാനിതൊരു എടാ പോടെ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടോ, അവളാണെങ്കിൽ ശ്രീകാന്തിനെ എടാ പോടെ എന്ന് മാത്രമേ വിളിക്കുള്ളൂ, യാതൊരു റെസ്പെക്റ്റ് നൽകുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നീ തന്നെ ഇത് പറയണം ചന്ദ്ര എന്ന് പറയുമ്പോഴത്തേക്ക് അതെന്താ ഞാൻ രവിയായിട്ട് റെസ്പെക്റ്റ് നൽകാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രവി പറയുന്നുണ്ട്, കണ്ടില്ലേ നിന്റെ സംസാരത്തിൽ തന്നെ മനസ്സിലായി നിനക്ക് എന്നോടുള്ള റെസ്പെക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് രവി ചിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, അതല്ല രവിയേട്ടാ അവൾ ശ്രീകാന്തിന് വേണ്ട രീതിക്കുള്ള ഒരു ബഹുമാനം കൊടുക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ മനസ്സിലുള്ള ഓരോരോ പരിഭവങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം നിന്ന് രവിയോടായിട്ട് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ രവി പറയുകയാണ്, പണ്ടത്തെ കാരണവന്മാർ അതായത് എൻ്റെ അമ്മ അച്ഛൻ്റെ മുഖത്ത് നോക്കില്ലായിരുന്നു, മാത്രമല്ല പേര് കൂട്ടി വിളിക്കുക പോലും ചെയ്യില്ലായിരുന്നു, അതുപോലെയല്ല നീ ഇപ്പോൾ നീ എന്നെ രവിയേട്ടായെന്നല്ലേ വിളിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ, അവർ കാലത്തിനനുസരിച്ച് മാറ്റം വരും, അവർ ചിലപ്പോൾ എടാ പോടാ എന്നൊക്കെ വിളിച്ചെന്നിരിക്കും. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കൻ മാത്രമല്ല നല്ല ഫ്രണ്ട്സും കൂടിയാണ്, അവർ അതേ രീതിക്കാണ് ജീവിക്കുന്നത്, നീ അതിനിടയ്ക്ക് തലയിട്ട് നാണം കളയാൻ നിൽക്കേണ്ട ചന്ദ്ര എന്നൊക്കെ രവി പറയുന്നുണ്ടെങ്കിലും ചന്ദ്ര പറയുന്നത് ഇതിന് എന്തായാലും തീരുമാനം എടുക്കുക, രവിയായിട്ട് വന്ന് വർഷയോട് സംസാരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഇനി ഞാനും കൂടെ പോയിട്ട് അവരുടെ വായിൽ നിന്ന് കേൾക്കണമല്ലേ, എന്നെ വിട്ടേക്ക് ചന്ദ്ര എന്നും പറഞ്ഞുകൊണ്ട് രവി ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് രവിയായിട്ട് വർഷയെ കാണാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ പുറത്തേക്ക് പോവുകയാണെന്ന് പറയാം കേട്ടോ. എന്നാൽ ചന്ദ്ര ആകട്ടെ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ച തീരുമാനത്തോട് നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെ ശ്രുതി ആകട്ടെ കല്യാണത്തിന് ശ്രുതിയെ വിളിച്ചതിന് ശേഷം ഇന്ന് തന്നെ വരുമോ എന്നൊക്കെ തിരക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് തന്നെ വരുന്നതായിരിക്കും, ശ്രുതിയുടെ അല്ലല്ലോ ശ്രുതിയും കൂടെ കൂടി ഉണ്ടായിരിക്കും, ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, എന്നാൽ അത് പോട്ടെ നമുക്ക് നല്ലൊരു കച്ചവടം ഉണ്ടായില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവർ വന്നിരുന്നു, 5 ലക്ഷം രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി 1 ലക്ഷം രൂപയുടെ നമുക്ക് ലാഭമാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നീ ഇവിടെ വന്നതിന് ശേഷം നമുക്കൊരു ഗോവ ട്രിപ്പ് അടിക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എന്നിരുന്നാലും പറയുന്നുണ്ട് കയ്യിൽ കിട്ടിയിരിക്കുന്ന പൈസ ഇങ്ങനെ ചിലവാക്കരുത്, നമുക്ക് ഈ പൈസ സൂക്ഷിച്ചു വെക്കണം, ഇങ്ങനെ പോകുന്നെങ്കിൽ ഉടനെ നമുക്ക് മറ്റൊരു ഷോറൂം തുടങ്ങാനാകുമെന്നൊക്കെയാണ് ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ശ്രുതി കോള് കട്ട് ചെയ്യുന്നത്. ശ്രുതി കോള് കട്ട് ചെയ്തതിന് തൊട്ടുപുറകെ തന്നെ 2 ഓഫീസർമാർ അങ്ങോട്ടേക്ക് വരികയാണ്. വന്ന ഉടനെ തന്നെ ശ്രുതിയോടായിട്ട് നിങ്ങളാണ് ഈ ഷോപ്പിൻ്റെ ഓണർ ചോദിക്കുമ്പോൾ അതേ എന്ന് ശ്രുതി മറുപടി പറയുന്നുണ്ട്. വന്ന ഉടനെ തന്നെ ഓഫീസർമാർ പറയുന്നുണ്ട് ഞങ്ങൾ വിജിലൻസിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ഇവിടെ കുറച്ചു മുന്നേ 2 പേർ വന്നിട്ട് ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ സാറെന്ന് ശ്രുതി മറുപടി പറയുന്നുണ്ട്. അവർ കള്ളന്മാരാണ്, അവർ തന്നിരിക്കുന്ന കള്ളനോട്ടാണ്, നിങ്ങൾ ബില്ല് കാണിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി ഒരു നിമിഷം പതറുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വിജിലൻസ് പറയുന്നത് എന്താ ബില്ല് തന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല എന്ന് ശ്രുതി മറുപടി പറയുന്നുണ്ട്. ഇതിന് നിങ്ങൾ പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കുകയാണ് വേണ്ടത്, പക്ഷേ നിങ്ങൾ ഈ ഒരു ചതിയിൽ പെട്ടതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല, പക്ഷേ ഈ ഒരു കള്ളനോട്ട് ഞങ്ങൾ കൊണ്ടുപോവുകയാണെന്ന് പറയുമ്പോൾ സാർ അപ്പം എൻ്റെ സാധനങ്ങളോ എന്ന് ചോദിക്കുമ്പോൾ അവരെ പോലീസുകാർ പിടിച്ചിട്ടുണ്ട്.
പോലീസുകാർ മുഖേനയാണ് നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് അവർ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങളുടെ പ്രൊഡക്ട്സ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മേടിക്കാമെന്ന് പറയട്ടെ. അങ്ങനെ 5 ലക്ഷം രൂപയുമായിട്ട് വന്നവർ തിരിച്ചു പോവുകയാണ്. സുധി ആകട്ടെ ആകെ തകർന്ന് നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് സുധി അവിടെ നേരെ ചെല്ലുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം സാർ ഇവിടെ നിന്ന് അന്വേഷിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ആരാ നിങ്ങൾ അന്വേഷിച്ചതെന്ന് ചോദിക്കുമ്പോൾ താനൊരു ഷോറൂം നടത്തുകയാണെന്ന് വിജിലൻസ് ഓഫീസർ അവിടെ വന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇത് താൻ പറയണ്ട, ബാക്കി കഥകൾ ഞാൻ പറയാമെന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ പറയുന്നത് നിങ്ങളുടെ ഓഫീസിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ 2 പേർ വന്ന് മേടിച്ചു. അവർ നിങ്ങൾക്ക് കള്ളനോട്ട് തന്നു. തൊട്ടുപുറകെ വിജിലൻസ് വന്നു. അവർ വന്നതിന് ശേഷം ഇത് കള്ളനോട്ടാണെന്ന് പറഞ്ഞ് തിരികെ കൊണ്ടുപോയി. ഇതൊക്കെയല്ലേ സംഭവിച്ചത് പോലീസുകാരൻ പറയുന്ന സമയത്ത്. ഇതൊക്കെ ഇങ്ങനെ സാറിന് എത്ര കൃത്യമായിട്ട് മനസ്സിലായെന്ന് സുധി ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് പോലീസുകാരൻ പറയുന്നത് സാധനം മേടിക്കാൻ വന്നവരും വിജിലൻസ് ആണെന്ന് പറഞ്ഞ് വന്നവരും 2 പേര് സുഹൃത്തുക്കളാണ്. ഇരു പാർട്ടികളും ചേർന്നിട്ടാണ് ഇപ്പോൾ വലിയ മോഷണം നടത്തുന്നത് എന്നൊക്കെ പോലീസുകാരൻ പറയുമ്പോഴത്തേക്ക് സുധി ആകെ തകർന്നു പോകട്ടോ. സുധി പറയുന്നത് സാർ അപ്പം എൻ്റെ സാധനങ്ങൾ എന്ന് ചോദിക്കുന്ന സമയത്ത് തൻ്റെ സാധനങ്ങൾ കിട്ടണമെന്ന് തന്നെ ഒരു കാര്യം ചെയ്യാം, താൻ ആ ബില്ല് കൊണ്ടുപോയി എന്ന് പറയുമ്പോഴത്തേക്ക് സാർ എൻ്റെ കയ്യിൽ ബില്ലില്ല, വന്നവർ തിരക്കാരനെ വേഗം പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഓ സർക്കാരിനെ പറ്റിക്കാനുള്ള ശ്രമമായിരുന്നല്ലേ എന്ന് പോലീസുകാർ ചോദിക്കുന്ന സമയത്ത് അതല്ല സാർ പറ്റിപ്പോയതാണ്, ഇനി മേലിൽ ഞാൻ അങ്ങനെ ആവർത്തിക്കില്ല. മാത്രമല്ല വന്നവരെ കണ്ടു കഴിഞ്ഞാൽ വിജിലൻസ് ഓഫീസറെ പോലെ തന്നെ ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ ID കാർഡൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പോലീസ് പറയുമ്പോഴത്തേക്കും ID കാർഡൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പോൾ നിഷ്പ്രയാസം സാധിക്കും, താൻ നന്നായിട്ട് പഠിച്ച ആളല്ലേ എന്നൊക്കെ പോലീസുകാർ ചോദിക്കുമ്പോൾ 7 ഡിഗ്രി ഉണ്ട് സാർ എന്ന സുധി വലിയ ഗമയോട് പറയുന്ന സമയത്ത് 7 ഡിഗ്രി ഉണ്ടായിട്ടും 1-ാം ക്ലാസ്സിൻ്റെ ബുദ്ധി പോലും താൻ കാണിച്ചില്ലല്ലോ, ഒരു കാര്യം ചെയ്ത് താനൊരു കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തിട്ട് പോക്കോ, സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ തന്നെ ഏൽപ്പിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കെൻ്റെ സാധനങ്ങൾ കിട്ടുകയില്ലേ സാറിന് സുധി ചോദിക്കുന്നുണ്ട്. എന്തായാലും സാധനങ്ങൾ കിട്ടട്ടെ അപ്പോൾ തന്നെ അറിയിക്കാമെന്നും പറഞ്ഞുകൊണ്ട് സുധീനെ അവിടുത്തെ പറഞ്ഞു വിടുകയാണ്. സുധി വളരെയേറെ സങ്കടത്തോടും നിരാശയോടും കൂടിയിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പടിയിറങ്ങുന്നത്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.